ഒരു അമ്മയും ഒരാങ്ങളയും മൂത്ത മകനും കൂടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയും കൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്ന് പ്രശ്നം, ഈ 9ാം ക്ലാസ്സുകാരനാണ്, മൂത്ത കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവനാണ്. ഈ 9ാം ക്ലാസ്സുകാരൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർക്ക് മനസ്സിലായത്. അവന്റെ പോക്കറ്റിൽ നിന്നും SPCയിലെ ടീച്ചർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഹാൻഡ്സിന്റെ പൊതി കിട്ടിയിട്ടുണ്ട്. അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അവന്റെ ഉമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവർക്ക് സംശയമില്ലാത്ത വിധം അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവൻ എങ്ങനെ? സാറേ, നന്നായിട്ട് പഠിക്കുകയായിരുന്നു, നന്നായിട്ട് പഠിക്കും എന്നുള്ളത് മാത്രമല്ല, വീട്ടുകാരോട് നല്ല സ്നേഹമാണ്, മതപരമായ കാര്യങ്ങളിലൊക്കെ വലിയ നിഷ്ഠയാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ സ്ഥിരമായിട്ട് പോയിട്ട് പള്ളിയിൽ പോയിട്ട് വൃത്തിയാക്കുകയും അവിടെ അടിച്ചുവാരിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അതിന്റെ കമ്മിറ്റിയിലേക്ക് അവന്റെ ഉത്സാഹം കണ്ടിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അത്രയേറെ മിടുക്കനായിരുന്നു. പക്ഷെ അബദ്ധം വന്നുപോയി. തീർച്ചയായിട്ടും അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം വളരെ വ്യത്യസ്തമായ കാര്യമാണ്. തുടങ്ങിയത് ഒരു പശയിൽ നിന്നാണ്. ആ പശ ചില പ്രത്യേക രീതിയിൽ, നമ്മുടെ കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് അതെങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അതാണ് ആ കുട്ടി ഉപയോഗിച്ചത്. അവന്റെ ആ ഒരു രീതി വെച്ചിട്ട് അവന്റെ അണ്ണാക്ക്, നമ്മുടെ അങ്ങേത്തല ഉണ്ടല്ലോ, അതങ്ങ് വായന്റെ അങ്ങേത്തല, അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അത് ബേൺ ചെയ്തിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട് നിരന്തര ഉപയോഗത്തോട്. ഈ കെമിക്കൽ കൊണ്ട് പൊള്ളുക, ആലോചിച്ച് നോക്കൂ. അപ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധം നല്ല രീതിയിൽ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന നല്ല മക്കളെ പോലും റാഞ്ചി എടുത്തിട്ട് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. കരുതിയിരിക്കേണ്ടതുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷയത്തിലുണ്ട്, നമ്മൾ അറിയാത്ത.